മധ്യവേനൽ അവധി അവസാനിക്കാറായതോടെ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. ഇതോടെ ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ് നാട്ടുകാരും സഞ്ചാരികളും. ഓരോ വർഷവും മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനമുണ്ടാകുന്നതായാണ് വിവരം. എന്നാൽ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനുള്ള ഒരു നടപടിയും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. മണിക്കൂറുകൾ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി തിരിച്ചുപോകുന്ന സഞ്ചാരികളും നിരവധിയാണ്. അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുമ്പോൾ അതിലധികം ആളുകളും തിരഞ്ഞെടുക്കുന്നത് മൂന്നാറാണ്. എന്നാൽ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഇന്നും മൂന്നാറിലില്ല. അതുകൊണ്ട് തന്നെ തിരക്ക് വർദ്ധിക്കുമ്പോൾ എന്നും മൂന്നാറിന്റെ ശാപമാണ് മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക്. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലും മൂന്നാർ മറയൂർ റൂട്ടിലും മൂന്നാർ ടൗണിലും തിരക്ക് വർദ്ധിച്ചാൽ കിലോമീറ്ററുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് ഉണ്ടാവുക. മാട്ടുപ്പെട്ടി റൂട്ടിലടക്കം ഗതാഗത കുരുക്കിൽപ്പെടുന്ന വാഹനങ്ങളിലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാർ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യവുമുണ്ട്. ബേസിക്കായിട്ട് വേണ്ടത് ഒരു വാഷ്റൂമില്ല. നമ്മളിപ്പോൾ ദൂരെ നിന്ന് ഇപ്പോൾ ലോക്കൽസും മലയാളീസ് ആവട്ടോ ഒരു ഗസ്റ്റ് വന്നാൽ ഇപ്പം നമ്മൾ കേരളം നമ്പർ 1 പറയുമെങ്കിൽ ടൂറിസ്റ്റിന് യാതൊരു ഫെസിലിറ്റി ഇല്ല. ഒരു ഗസ്റ്റ് ഇപ്പം നമ്മൾ ഒരു മൂന്നാർ വരുവാണെങ്കിൽ മൂന്നാർ ടൗണിൽ നമ്മൾ എവിടെ ഒരു വാഷ്റൂമിന് പോകും, വണ്ടി പാർക്കിംഗ് ഇല്ല. ഗതാഗത കുരുക്കു നീളുന്നതോടെ പാതി വഴിയിൽ യാത്ര അവസാനിപ്പിച്ച് മടങ്ങുന്നവരും നിരവധിയാണ്. ഗതാഗത കുരുക്കിന്റെ വലിയ ദുരിതം അനുഭവിക്കുന്നവരിൽ നാട്ടുകാരുമുണ്ട്. അത്യാവശ്യ സാഹചര്യങ്ങളിൽ ആശുപത്രിയിലേക്ക് എത്താൻ പോലും കഴിയുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു ഗസ്റ്റ് വർഷത്തില് സീസൺ വന്നിരുது, அதனால பயங்கர டிராஃபிக் ஆகுது. പിന്നെ ഏതെങ്കിലും എമർജൻസി ആംബുലൻസ് വന്നിச்சுன்னா போறதுக்கு வழி இல்லை. டிராஃபிக்கில் போறதுக்குள்ள ആൾ എങ്ങനെയാச்சுം പോற വഴിയിൽ ഔട്ട് ആയിരുത്. ഭയങ്കര ട്രാഫിക്കാ ഇருக்கு. രോഗികളുമായി എത്തിയ ആംബുലൻസ് പോലും ഗതാഗത കുരുക്കിൽപ്പെട്ട് മുമ്പോട്ട് പോകാനാകാതെ മുമ്പ് കുടുങ്ങിക്കിടന്നിട്ടുണ്ട്. ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന ഘട്ടത്തിൽ ദുരിതം അനുഭവിക്കുന്ന മറ്റൊരു വിഭാഗമാണ് മൂന്നാറിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ. ടൗൺ നിശ്ചലമാകുന്നതോടെ വിളിക്കുന്ന ഓട്ടം പോലും ഇവർക്ക് പോകാനാവില്ല. പ്രകൃതി മനോഹാരിത തേടിയെത്തുന്ന സഞ്ചാരികളെയും നാട്ടുകാരെയും ടാക്സി തൊഴിലാളികളെയും അടക്കം പ്രതികൂലമായി ബാധിക്കുന്ന ഗതാഗത കുരുക്കഴിക്കാൻ സമഗ്രമായ പദ്ധതി ഇനിയെങ്കിലും അധികൃതർ തയ്യാറാക്കിയില്ലെങ്കിൽ മൂന്നാറിനെ സഞ്ചാരികൾ ഉപേക്ഷിക്കുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, അടിമാലി.